ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. 500 ഷുവർ ഷോട്ട് ജി കെ സീരീസിന്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് എ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്? യൂണിയൻ ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജുഡീഷ്യറി, പാർലമെന്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. So the correct answer is legislative organ of the union government എന്ന് പറയുന്ന ഏതാണ്? പാർലമെന്റ് ആണ് ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് മൂന്ന് ഓർഗൻസ് ഉണ്ട്. സോ സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് കൺസിസ്റ്റ് ഓഫ് 3 ഓർഗൻസ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. സോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് മൂന്ന് ഓർഗൻസ് ആണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ലോസ് എല്ലാം തന്നെ മേക്ക് ചെയ്യുന്നത്. സോ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോസ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടി. എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ലെജിസ്ലേച്ചർ മേക്ക് ചെയ്ത ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ലെജിസ്ലേച്ചർ മേക്ക് ചെയ്ത ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി. ആൻഡ് ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ലോസ് ലെജിസ്ലേച്ചർ മേക്ക് ചെയ്ത് എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ ലോസ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി. ആൻഡ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യുക ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി. സോ നമുക്ക് യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. യൂണിയൻ ലെവലിലും നമുക്ക് ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും നമുക്ക് ഗവൺമെന്റ് ഉണ്ട്. സോ യൂണിയൻ ലെവലിലേക്ക് നോക്കുവാണെങ്കിൽ യൂണിയൻ ലെവലിൽ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ആരാണ്? പാർലമെന്റ് ആണ്. സോ യൂണിയൻ ലെവലിൽ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്ന ആരാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. സോ എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. ആൻഡ് ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിരിക്കും. സോ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. സോ എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. ആൻഡ് ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഹൈക്കോർട്ടാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് ഓർഗൻ ഏതാണെന്നാണ്. ആൻഡ് യൂണിയൻ ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് യൂണിയൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. ആൻഡ് യൂണിയൻ ഗവൺമെന്റ് ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. എക്സിക്യൂട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. ആൻഡ് ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഹൈക്കോർട്ടാണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, which article of the Constitution of India expressly provides that the president is eligible for re-election? സോ പ്രസിഡന്റ് റീ ഇലക്ഷന് എലിജിബിൾ ആണെന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 59, ആർട്ടിക്കിൾ 57, ആർട്ടിക്കിൾ 58 ആൻഡ് ആർട്ടിക്കിൾ 56. സോ ഇതിലേതാണ് പ്രസിഡന്റ് റീ ഇലക്ഷന് എലിജിബിൾ ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 57 ആണ്. സോ ആർട്ടിക്കിൾ 57 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് റീ ഇലക്ഷന് എലിജിബിൾ ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 57 ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിനെ റീ ഇലക്ട് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ആൻഡ് ഇന്ത്യൻ പ്രസിഡന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? എത്ര തവണ വേണമെങ്കിലും എനി നമ്പർ ഓഫ് ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും? റീ ഇലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആർട്ടിക്കിൾ 57 എന്ന് പറയുന്ന അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിനെ റീ ഇലക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? റീ ഇലക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
എന്നാൽ US പോലുള്ള കൺട്രീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള കൺട്രീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രസിഡന്റിന് 2 ടേം മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അലോ ചെയ്തിരിക്കുന്നത്. അതായത് 2 തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 57 പറയുന്നതനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര തവണ വേണമെങ്കിലും റീഇലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഫിക്സഡ് നമ്പർ ഒന്നുമില്ല. എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് റീഇലക്ട് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 56. സോ ആർട്ടിക്കിൾ 56 എന്ന് പറയുന്നത് ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ പ്രസിഡന്റിന്റെ ടേം എത്രയാണ്, അതായത് കാലാവധി എത്രയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 56. ആൻഡ് ആർട്ടിക്കിൾ 56 പറയുന്നതനുസരിച്ച് പ്രസിഡന്റിന്റെ ടേം അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 58. സോ ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത്. സോ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി പ്രസിഡന്റ്, സോ പ്രസിഡന്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 58. ആൻഡ് ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് ദി പ്രസിഡന്റ്സ് ഓഫീസ്. സോ പ്രസിഡന്റ്സ് ഓഫീസിന്റെ കണ്ടീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 59. സോ ഇതൊക്കെയാണെന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ദി പ്രസിഡന്റ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ദി പ്രസിഡന്റ്. സോ ആർട്ടിക്കിൾ 56 ടേം ഓഫ് ഓഫീസിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 57 പ്രസിഡന്റിനെ എത്ര തവണ വേണമെങ്കിലും റീഇലക്ട് ചെയ്യാന്ന് പറയുന്നു. ആർട്ടിക്കിൾ 58 പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 59 പ്രസിഡന്റ്സ് ഓഫീസിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത്. So next question, in the state legislative assembly, the money bill can be introduced with the prior permission of dash. So state legislative assembly money bill introduce ചെയ്യാൻ ആരുടെ prior permission ആണ് ആവശ്യം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഓപ്ഷൻ ബി ഓഡിറ്റർ ജനറൽ, ഓപ്ഷൻ സി ഫൈനാൻസ് മിനിസ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഗവർണർ. സോ ഇതിൽ ആരുടെ പ്രയർ പെർമിഷൻ ആണ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഗവർണർ. സോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവർണറിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 207. സോ ആർട്ടിക്കിൾ 207 പറയുന്ന അനുസരിച്ച് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവർണറുടെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. ഇനി മണി ബിൽസിനെ കുറിച്ചുള്ള മറ്റ് ചില ഫാക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, മണി ബില്ല് നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മണി ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. അതായത് നിയമസഭകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് മണി ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മിനിസ്റ്റർക്ക് മാത്രമേ സാധിക്കൂ. സോ മണി ബില്ല് ഒരു മിനിസ്റ്റർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ നിയമസഭയിൽ ഒരു മന്ത്രിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 110 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 110 ആണ് എന്ത് ചെയ്യുന്നത്, മണി ബിൽസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് യൂണിയൻ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ, സോ പാർലമെന്റിൽ ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ പാർലമെന്റിൽ ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. രാജ്യസഭയിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ലോക്സഭയിലും ഒരു മിനിസ്റ്റർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ലോക്സഭയിലും ഒരു മിനിസ്റ്റർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഇതാണ് മണി ബില്ലിനെ കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. So next question, what is the empirically fitted relationship between the rate of change of money
wage and rate of unemployment known as, and the rate of unemployment known as. So what is the empirically fitted relationship between the rate of change of money, wage and rate of unemployment known as? Keynesian model, Phillips curve, Baumol hypothesis and Friedman's model. So rate of unemployment, rate of change of money and wage ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മോഡൽ ഏതാണെന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ഫിലിപ്സ് കർവ് ആണ്. സോ ഫിലിപ്സ് കർവ് ആണെന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഫിലിപ്സ് കർവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ ഇതില് എക്സ് ആക്സിസിൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റും, സോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും, സോ എക്സ് ആക്സിസിൽ നമുക്ക് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും ആണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ വൈ ആക്സിസിൽ ഇൻഫ്ലേഷൻ റേറ്റും എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ത് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് മനസ്സിലാക്കാം അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇനി എന്താണ് ഫിലിപ്സ് കർവ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ സപ്പോസ് നമുക്കൊരു കൺട്രിയിലെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, സോ നമുക്കൊരു കൺട്രിയിലെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ചെയ്താൽ മതി എന്നാണ് ഫിലിപ്സ് കർവ് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫിലിപ്സ് കർവ് പറയുന്ന അനുസരിച്ച് ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, സോ ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു രാജ്യത്ത് എന്ത് ചെയ്താൽ മതി, ഇൻഫ്ലേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് എന്ത് ചെയ്യുന്നത് ഫിലിപ്സ് കർവ് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സോ ആ ഒരു രാജ്യത്തുള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കാരണം ഈ ഗുഡ്സും സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ റേറ്റിലാണ് വിറ്റ് പോകുന്നത്. സോ ഹൈ റേറ്റിലാണ് ഈ ഗുഡ്സും സർവീസസും വിറ്റ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ഇവിടെ ബെനിഫിറ്റ് ആണ്. കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ അവരെന്തായിരിക്കും നോർമലി ചെയ്യുന്നത്, അവര് ഈ ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് ഗുഡ്സിനും സർവീസസിനും നല്ല വില കിട്ടുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ ഈ ഗുഡ്സിന്റെ സർവീസസിന്റെയും പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെ ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആവശ്യം വരും, ലേബറിന്റെ ആവശ്യം വരും. സോ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കൂടുതൽ ലേബർ വേണം. സോ അങ്ങനെ കൂടുതൽ ലേബർ വേണമെന്നുള്ളത് തന്നെയാണ് ഇവിടെ ലേബർ റിക്വയർമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ലേബർ വേണം. സോ കൂടുതൽ ലേബർ വേണം വിച്ച് മീൻസ് അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, അവിടെ കൂടുതൽ ജോലി എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ജോലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ചെയ്യും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് ഫിലിപ്സ് കർവ് പറയുന്നത്.
സോ ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, ആ ഒരു രാജ്യത്ത് എന്ത് ചെയ്താൽ മതി, ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്താൽ മതി എന്നാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. സോ ഇതാണെന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി ആൻഡ് വേജും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് അത് റെപ്രസെന്റ് ചെയ്യുന്ന കർവ് ആണെന്ത്, ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം GDP ടു അറൈവ് അറ്റ് NDP? സോ GDP യിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് NDP കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ GDP എന്താണെന്ന് അറിയാലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. NDP എന്താണെന്ന് അറിയാലോ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ഓപ്ഷൻ എ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, ഓപ്ഷൻ ബി ഡിപ്രിസിയേഷൻ, ഓപ്ഷൻ സി സബ്സിഡീസ്, ഓപ്ഷൻ ഡി നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. സോ ഇതിൽ ഏത് സബ്ട്രാക്ട് ചെയ്താലാണ് GDP യിൽ നിന്ന് നമുക്ക് NDP യിലേക്ക് എത്താൻ പറ്റുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താലാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്രിസിയേഷൻ ആണ്. അതായത് GDP യിൽ നിന്ന്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, NDP അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കണ്ടു. ആ ഒരു ഗ്രോസ് ടേമിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ഗ്രോസിൽ നിന്ന് എവിടെയെങ്കിലും ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നെറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ GDP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു, നമുക്ക് എന്ത് കിട്ടി, NDP അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടി. ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കട്ടെ. സോ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ GNP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട്. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നെറ്റ് ആയിരിക്കും. സോ GDP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ആൻഡ് GNP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടി. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടി. സോ ഇതാണ് എന്ത്, ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. So next question, Harrod-Domer model was a main idea behind the dash 5-year plan. So ഏത് 5-year plan ആണ് Harrod-Domer മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തേർഡ് 5-year plan, ഫസ്റ്റ് 5-year plan, സെക്കൻഡ് 5-year plan, ഫോർത്ത് 5-year plan. സോ ഇതിൽ ഏത് 5-year plan ആണ് Harrod-Domer മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 5-year plan ആണ്. സോ ഫസ്റ്റ് 5-year plan ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, Harrod-Domer മോഡലിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. സോ Harrod-Domer മോഡലിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 5-year plan ആണ്. ആൻഡ് സെക്കൻഡ് 5-year plan, സോ സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത് നെഹ്റു-മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ത്, സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത്. സോ നെഹ്റു-മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ത്, സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് 5-year plan എന്ന് പറയുന്നത് Harrod-Domerനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത് നെഹ്റു-മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ്. So next question, which of the following statements about the second 5-year plan is incorrect? So second 5-year പ്ലാനിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫാക്റ്റുകളാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, electricity, railway, steel, etc. industries were established during this plan. The plan was based on the Keynesian model. The socialist pattern of the society was reflected in the plan. The plan stressed the rapid industrialization of heavy and basic industries. So ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. സോ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇലക്ട്രിസിറ്റി, റെയിൽവേ, സ്റ്റീൽ, എക്സെട്ര ഇൻഡസ്ട്രീസ് വെയർ എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ. സോ നമുക്കറിയാം ഫസ്റ്റ് 5-year plan എന്ന് പറയുന്നത് എന്തിനെയാണ് ഫോക്കസ് ചെയ്തത്,
അഗ്രികൾച്ചറൽ സെക്ടറിനെയാണ് ഫോക്കസ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനെയാണ് ഫോക്കസ് ചെയ്തത്? ഇൻഡസ്ട്രീസിനെയാണ് ഫോക്കസ് ചെയ്തത്. സോ സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസിലേക്ക് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി, റെയിൽവേ, സ്റ്റീൽ എക്സെട്ര ഇൻഡസ്ട്രീസ്. സോ ഇൻഡസ്ട്രീസിനെയാണ് എന്ത് ചെയ്തത്? ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത്. ആൻഡ് ഈ ഒരു പീരീഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് 5-year പ്ലാൻ അണ്ടറിൽ എന്ത് ചെയ്തു? ഒരുപാട് മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. ദ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദി കെയ്നീഷ്യൻ മോഡൽ. സോ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞു സെക്കൻഡ് 5-year പ്ലാൻ ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു? നെഹ്റു മെഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ നെഹ്റു മെഹൽനോബിസ് മോഡൽ. സോ നെഹ്റു മെഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു എന്ത്? സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ കെയ്നീഷ്യൻ മോഡൽ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. കാരണം സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് എന്തിനെയായിരുന്നു ബേസ് ചെയ്യുന്നത്? നെഹ്റു മെഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ദ സൊസൈറ്റി വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്ലാൻ. സോ ഈ ഒരു പ്ലാനിൽ നമ്മുടെ സൊസൈറ്റിയുടെ സോഷ്യലിസ്റ്റിക് പാറ്റേൺ റിഫ്ലക്റ്റഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്? ഈ ഒരു പ്ലാൻ ഫോക്കസ് ചെയ്ത് കൂടുതലും മേജർ ഇൻഡസ്ട്രീസിനെയാണ്. ആൻഡ് ഈ ഒരു പീരീഡിലെ അല്ലെങ്കിൽ ഈ ഒരു 5-year പ്ലാനിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 5-year പ്ലാനിൽ മേജർ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? റിസർവ്ഡ് ആയിരുന്നു. സോ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? മേജർ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ റിസർവ് ചെയ്ത് വെച്ചത്. പ്രൈവറ്റ് സെക്ടറിനെ എന്ത് ചെയ്തില്ല? വലിയ രീതിയിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല. അതായത് പ്രൈവറ്റ് സെക്ടറിനെ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. എല്ലാ മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതിപ്പോ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, എല്ലാ മേജർ ഇൻഡസ്ട്രീസും എന്ത് ചെയ്തു? ഗവൺമെന്റ് അവരുടെ പക്കൽ തന്നെ എന്ത് ചെയ്തു? റിസർവ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റിസർവ് ചെയ്ത് വെച്ചു. പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്തില്ല? വലിയ റോൾ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തില്ല. ആൻഡ് ഇത് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? സോഷ്യലിസ്റ്റിക് മോഡലിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. സോ സോഷ്യലിസത്തിൽ എന്താണ് നടക്കുന്നത്? ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിസോഴ്സസ് എല്ലാം ഓൺ ചെയ്യുന്നതും ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. സോ ഇവിടെ എന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് തന്നെ എല്ലാ മേജർ ഇൻഡസ്ട്രീസും എന്ത് ചെയ്തു? അവരുടെ പക്കല് റിസർവ് ചെയ്ത് വെച്ചു. സോ ഇത് എന്തിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റിക് പാറ്റേണിനെയാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മേജർ ഇൻഡസ്ട്രീസ് എല്ലാം പബ്ലിക് സെക്ടറിന് റിസർവ്ഡ് ആയിരുന്നു, വിച്ച് മീൻസ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ആണ് എന്ത് ചെയ്തത്? സെക്കൻഡ് 5-year പ്ലാനിൽ ഫോളോ ചെയ്തത്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the plan stressed on the rapid industrialization of heavy and basic industries. So second 5-year plan കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ ഹെവി ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക. സോ ഇതിനെയാണ് എന്ത് ചെയ്ത്? സെക്കൻഡ് 5-year പ്ലാൻ ഫോക്കസ് ചെയ്ത്. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. So next question, the doctrine of lapse was an annexation policy devised by which of the following governor generals of India? So doctrine of lapse എന്ന് പറഞ്ഞിട്ടുള്ള annexation policy ഏത് ഗവർണർ ജനറൽ ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ലോർഡ് മയോ, ഓപ്ഷൻ ബി ലോർഡ് ഡൽഹൌസി, ഓപ്ഷൻ സി ലോർഡ് വെലസ്ലി ആൻഡ് ഓപ്ഷൻ ഡി ലോർഡ് കാനിങ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലോർഡ് ഡൽഹൌസി ആണ്. സോ ലോർഡ് ഡൽഹൌസി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ പോളിസി എന്ത് ചെയ്ത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? ലോർഡ് ഡൽഹൌസി ആണ്. ഇനി എന്താണ് ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ രാജാക്കന്മാരിൽ ആർക്കെങ്കിലും ഒരു മെയിൽ ഹെയർ, അതായത് പിന്തുടർച്ചാവകാശിയായിട്ട് ഒരു സൺ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു രാജാവിന്റെ കിങ്ഡം ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അനക്സ് ചെയ്യും അല്ലെങ്കിൽ പിടിച്ചെടുക്കും എന്നുള്ള പോളിസി ആയിരുന്നു എന്ത്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി. അതായത് ഒരു രാജാവിന്, ഒരു ഇന്ത്യൻ രാജാവിന് മകനില്ല, അനന്തരാവകാശിയായിട്ട് മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രാജാവിന്റെ കിങ്ഡം ആര് അനക്സ് ചെയ്യും അല്ലെങ്കിൽ പിടിച്ചെടുക്കും? ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കും. ആൻഡ് ഈ ഒരു ഇന്ത്യൻ രാജാവിന് ദത്തെടുത്താൽ പോലും, അതായത്
സ്വന്തം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു മെയിൽ ഹെയറിനെ ദത്തെടുത്താൽ പോലും ആ ഒരു മെയിൽ ഹെയറിന് എന്ത് കിട്ടില്ല, പിന്തുടർച്ചാവകാശം കിട്ടില്ല എന്നുള്ള പോളിസി ആയിരുന്നു എന്ത്, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ലോർഡ് ഡെൽഹൌസി ആണ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. And next question, the book Poverty and Un-British Rule in India was written by dash. So Poverty and Un-British Rule in India എന്നുള്ള ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, എൻ റോയ്. ഇവരിൽ ആരാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. സോ ദാദാഭായ് നവറോജിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതേ ബുക്കിലാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ഇതേ ബുക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയെ കുറിച്ച്, ദാദാഭായ് നവറോജി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇതേ ബുക്കിലാണ്. സോ ദാദാഭായ് നവറോജി എഴുതിയിട്ടുള്ള ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതേ ബുക്കിലാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്നുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ദാദാഭായ് നവറോജി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ദാദാഭായ് നവറോജി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണെന്ത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള വെൽത്ത് എല്ലാം തന്നെ, സോ ഇന്ത്യയിലുള്ള വെൽത്ത് എല്ലാം തന്നെ ബ്രിട്ടീഷേഴ്സ് ബ്രിട്ടനിലേക്ക് ലൂട്ട് ചെയ്യുകയാണ്. സോ ബ്രിട്ടീഷേഴ്സ് ബ്രിട്ടനിലേക്ക് ലൂട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോവുകയാണ്. സോ അതുവഴി ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്ത് പോവുകയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണെന്ത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത്. സോ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ദാദാഭായ് നവറോജിയാണ്. ആൻഡ് ഇതേ ബുക്കിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയാണ് എന്ത് പറയുന്നത്, ഇന്ത്യയിലുള്ള വെൽത്ത് എല്ലാം തന്നെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഈ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയാണ്. Next is the non-cooperation movement was called off after which of the following incidents? So ഇതിൽ ഏത് ഇൻസിഡന്റിന് ശേഷമാണ് മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൊമഗാദ മാരു ഇൻസിഡന്റ്, കാക്കോരി ട്രെയിൻ റോബറി, ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ചൗരി ചൗര ഇൻസിഡന്റ്. സോ ഇതിൽ ഏത് ഇൻസിഡന്റിന് ശേഷമാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തിരിക്കുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. സോ ചൗരി ചൗര ഇൻസിഡന്റിന് ശേഷമാണ് എന്ത് ചെയ്തത്, മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് NCM കോൾ ഓഫ് ചെയ്തത്. ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ NCM മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്നത്, സോ മഹാത്മാഗാന്ധി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് 1 ഓഗസ്റ്റ് 1920 സോ 1 ഓഗസ്റ്റ് 1920 എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാനുള്ള റീസൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗലറ്റ് ആക്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഡ്രക്കോണിയൻ ലോ ആയിരുന്നു. സോ ബ്രിട്ടീഷേഴ്സ് പാസ്സാക്കിയ ഒരു ഡ്രക്കോണിയൻ ലോ ആയിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ റൗലറ്റ് ആക്ടിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി പാൻ ഇന്ത്യൻ ലെവലിൽ, ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യുന്നത്, റൗലറ്റ് സത്യാഗ്രഹ നടത്തുന്നത്. ആൻഡ് ഈ റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന റൗലറ്റ് സത്യാഗ്രഹയിൽ ചില വയലന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് നടന്നിരുന്നു. ആൻഡ് റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന റൗലറ്റ് സത്യാഗ്രഹയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് നടക്കുന്നത്. സോ ജാലിയൻ വാലാബാഗ് മസക്കർ നടക്കുന്നത് ഈ റൗലറ്റ് സത്യാഗ്രഹമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അതായത് റൗലറ്റ് സത്യാഗ്രഹ, മഹാത്മാഗാന്ധി റൗലറ്റ് ആക്ടിനെതിരെ റൗലറ്റ് സത്യാഗ്രഹം എന്ത് ചെയ്തു, ഓൾ ഇന്ത്യ ലെവലിൽ ലോഞ്ച് ചെയ്തു. ആൻഡ് ഇതിനകത്ത് എന്ത് ചെയ്തു, പഞ്ചാബിലുള്ള ജനങ്ങളും ജോയിൻ ചെയ്തിരുന്നു. ആൻഡ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാലിനെയും, അതായത് പഞ്ചാബിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിസ്ലുവിനെയും ഈ റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് നടന്ന പ്രൊട്ടസ്റ്റുകളെ സംബന്ധിച്ച് എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു, അൺആംഡ് ആയിട്ട്, അതായത്
ആയുധങ്ങളൊന്നുമില്ലാതെ പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, ജാലിയൻ വാലാബാഗ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഗാർഡനില്, ഗോൾഡൻ ടെമ്പിളിന്റെ, അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു ഗാർഡൻ ആണെന്ത്, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. സോ ഈ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ അറസ്റ്റുകൾക്കെതിരെ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിന്റെയും ഡോക്ടർ സത്യപാലിന്റെയും അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, അൺആംഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, ഒത്തുചേർന്നു. ആൻഡ് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിനെതിരെ എന്ത് ചെയ്തു, ജനറൽ RES ഡയർ എന്ത് ചെയ്തു, ഷൂട്ടിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്തു. ആൻഡ് ഈ ഒരു മസാക്കിൾ എന്ത് ചെയ്തു, ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ, അതായത് നൂറുകണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. ആൻഡ് തൗസൻഡ്സ്, ആയിരത്തിലധികം ആൾക്കാർ എന്ത് ചെയ്തു, ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. ആൻഡ് അതിനുശേഷം ഇതേ ഒരു ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഖിലാഫത്ത് മൂവ്മെന്റ് നടക്കുന്നത്. അതായത് കാലിഫേറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഖിലാഫത്ത് മൂവ്മെന്റ് നടക്കുന്നത് എന്താണ്, ഈ ഒരു ടൈം പീരീഡിലാണ്. സോ ഈ 3 കാരണങ്ങൾ അല്ലെങ്കിൽ ഈ 3 റീസൺസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് റൗലറ്റ് ആക്ട്, ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഒരു ഡ്രക്കോണിയൻ നിയമമായിട്ടുള്ള റൗലറ്റ് ആക്ട്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ജാലിയൻ വാലാബാഗ് മസക്കർ, ആൻഡ് അതേ പീരീഡിൽ തന്നെ കാലിഫേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഖലീഫയുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഖിലാഫത്ത് മൂവ്മെന്റ്. ഈ 3 റീസൺസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി 1 ഓഗസ്റ്റ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്, ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് 1922 1922 സോ 1922 അല്ലെങ്കിൽ 1922 ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അതാണെന്ത്, ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതായിരുന്നു ഫോറിൻ ക്ലോത്തും അതുപോലെ തന്നെ ഫോറിൻ ലിക്കർ, അതായത് വിദേശ മദ്യവും വിദേശ വസ്ത്രങ്ങളും വിൽക്കുന്ന ഷോപ്സ്, കടകൾ പിക്കറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ എന്ത് ചെയ്യുക, കത്തിച്ച് കളയുക. ഇതൊക്കെയായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതേ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഫോറിൻ ക്ലോത്തും ഫോറിൻ ലിക്കറും വിൽക്കുന്ന ഒരു ഷോപ്പ് പിക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൗരി ചൗര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിലെ ഒരു ഷോപ്പിലേക്ക് എന്ത് ചെയ്തു, ഒരു വിഭാഗം ആൾക്കാർ ഒരു മാർച്ച് നടത്തി. ആൻഡ് ഈ മാർച്ച് പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു വിഭാഗം പോലീസുകാർ ഇവർക്കെതിരെ ആകാശത്തേക്ക് എന്ത് ചെയ്തു, ഫയർ ചെയ്തു. ആൻഡ് ഇതിൽ പ്രകോപിതരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്തു, പോലീസുകാർക്കെതിരെ കല്ലുകൾ എറിഞ്ഞ് അവരെ ആക്രമിക്കാനായിട്ട് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഓഫീഷ്യൽസ് എന്ത് ചെയ്തു, ഈ ജനക്കൂട്ടത്തിനെതിരെ ഫയർ ചെയ്തു. ആൻഡ് ഇതില് ഒട്ടനേകം പേർക്ക് എന്ത് ചെയ്തു, ജീവഹാനി സംഭവിച്ചു. ആൻഡ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ പോലീസ് സ്റ്റേഷൻ, അതായത് ഈ പോലീസുകാരെ എന്ത് ചെയ്തു, ആക്രമിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇവരെന്ത് ചെയ്തു, അഭയത്തിന് വേണ്ടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി എന്ത് ചെയ്തു, ഒളിച്ചു. ആൻഡ് ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു, ഈ ഒരു ജനക്കൂട്ടം എന്ത് ചെയ്തു, തീയിട്ടു. ആൻഡ് ആ ഒരു തീയിടലില് അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തത്തിൽ എന്ത് ചെയ്തു, ഏതാണ്ട് 22 മുതൽ 23 പോലീസുകാർ വരെ എന്ത് ചെയ്തു, വെന്ത് മരിച്ചു. ആ ഒരു ഇൻസിഡന്റ് ആണെന്ത്, ചൗരി ചൗര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് എന്ന് പറയുന്നത്. സോ താൻ ലോഞ്ച് ചെയ്ത നോൺ വയലന്റ് ആയിട്ട് നടത്തണം എന്ന് വിചാരിച്ച് താൻ ലോഞ്ച് ചെയ്ത നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരു വയലന്റ് മൂവ്മെന്റ് ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം, ചൗരി ചൗര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നത്. സോ ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. സോ നമ്മുടെ ഡിസ്കഷൻസ് ഇവിടെ എൻഡ് ചെയ്തു. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.